കുറേ ഒരു ഗ്യാപ്പിന് ശേഷമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്ന്. അതേപോലെ തന്നെ ചാനലിൽ വീഡിയോ ഇല്ലാതാവുമ്പോൾ ഗ്രോത്ത് കുറയും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീടിന് ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിൽ ഇത്തവണ കഴിഞ്ഞ തവണ നമ്മൾ ജിമിക്കി മുളകും മുന്തിരി മുളകും പലതരം മുളകുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ ബജി മുളകും അതേപോലെ മത്തങ്ങ മുളകും മുല്ലമൊട്ട് മുളകൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു വയലറ്റ് മുളകാണ്. ഇതിങ്ങനെ പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇത് വയലറ്റ് മുളകെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ലെങ്ത്തുള്ള ഒരു വയലറ്റ് മുളകാണ്. നമ്മൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ചുളിഞ്ഞ് നമ്മൾ ഇസ്തിരിട്ട് കഴിഞ്ഞ് ചുളിഞ്ഞൊക്കെ പോലത്തെ ഒരു മാതിരിയുള്ള. പിന്നെ ഒരുപാട് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ മുളച്ച് വരുന്ന ഇഞ്ചിയെല്ലാം ഞാൻ ഓരോ ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഒരു 10-15 ബാഗിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ നമ്മുടെ ഫ്രണ്ടിൽ ചെയ്ത ചെടികളായിരുന്നു ഇത് ഈ സൈഡിലോട്ട് ഞാൻ മാറ്റി നട്ടതാണ്. അപ്പോൾ അതെല്ലാം പൂത്തു, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ മനസ്സിനൊരു സന്തോഷം സുഖമില്ലാണ്ട് നമ്മൾ വീഡിയോ ചെയ്താൽ അതൊട്ടും ഭംഗി ഉണ്ടാവില്ല കാണാൻ. പിന്നെ നമ്മുടെ കുറേ മണി പ്ലാന്റ്സും വീട്ടിലുണ്ടായ കുറേ ചെടികളും വേറെ വീഡിയോ ഒക്കെ ആയി എടുക്കാൻ ഒരു മനസ്സ് തോന്നാത്തതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. പിന്നെ കുറേ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നും പൂവിടുന്നതല്ല. പൂവിടാത്തതാണ് ഒരുപാട് ചെടികളുള്ളത്. പൂവിടുന്നത് നമ്മുടെ ബൊഗൺവില്ല മാത്രമാണ്. അത് ദാ വീണ്ടും പൂക്കാൻ തുടങ്ങി. മഴയൊക്കെ നിന്ന് വെയിലരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അത് പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചെടി, ഇതിൻ്റെ പേര് അഗ്ലോണിമ, അതും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. പച്ചക്കറികളാണെങ്കിലും ചെടികളാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ടെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട മണി പ്ലാന്റ്സിൻ്റെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ്സിൻ്റെ ഇതൊരു ഹാർട്ട് ഷേപ്പിലുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ഒത്തിരി ഒരു 6-7 തരം മണി പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇത് കണ്ടില്ല, വേറൊരു വെറൈറ്റിയാണ്. ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് കണ്ടില്ല, ഇതേപോലെ വെക്കാറുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാമെന്ന്. പിന്നെ നമ്മളെ ബജിമുളക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബജിമുളക് ചെറിയ കുഞ്ഞു തൈയാണെങ്കിലും വലിയ ബജിമുളകായിട്ടുണ്ട്. ഇത് വീട്ടിൽ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ബജി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് പഴുത്തപ്പം താത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ട് ഞാനത് വിത്തിട്ടതായിരുന്നു. പക്ഷെ അതെല്ലാം മുളച്ച് എനിക്ക് ഒരുപാട് തൈകൾ കിട്ടിയിട്ടോ. അപ്പം ഒരു അത്യാവശ്യം 10-12 തൈകളുണ്ട്. അതൊക്കെ പൂവിടാൻ തുടങ്ങി. പിന്നെ ഇത് ഞാൻ റഹ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് നമ്മളെ ബൊക്കയിലൊക്കെ വെക്കൽ, ഡെക്കറേഷനൊക്കെ വെക്കുന്ന ഒരു തരം ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ദിവസം, ഒരു ഏകദേശം ഒരു 2 വീക്കോളായിട്ട് അതിൻ്റെ ഫ്ലവർ ഒട്ടും വാടാണ്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ഇതട്ടെ മത്തൻ മുളക്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മത്തനെ പോലെ തന്നെ ഉണ്ട്. കാണാനും ഒരു കുഞ്ഞു മത്തൻ്റെ ഒരു രൂപമാണ്. ഇത് പഴുത്താൽ ശരിക്കും മത്തനെ പോലെ തന്നെ ഉണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതും ഒരുപാട് തൈകളുണ്ട്. ഇത് ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെടികളുള്ള, ഇഷ്ടം പോലെ ചെടികളൊരു ശരിക്കും ഒരു ചെടി വാങ്ങാൻ പോകുന്നൊരു ഷോപ്പിൽ പോയ പോലെ തന്നെയാണ്. അത്രയും ചെടികൾ അവിടെ ഉണ്ട്. പിന്നെ ഇത് 2-3 തരം ചെമ്പരത്തികളുണ്ട്. ഇതൊന്നും പൂത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഫേവറേറ്റ് കൊക്കോ വീണ്ടും ഇത്തവണ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആദ്യമായിട്ട് കായ്ച്ചത് ഒരു കുഞ്ഞു മരത്തിൽ കണ്ടില്ല, മരത്തിൻ്റെ ഒരു വലുപ്പം. ഈ കുഞ്ഞു മരത്തിൽ വീണ്ടും കൊക്കോ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആക്രാന്തം മൂത്തിട്ട് മോള് പറിച്ചതാണ്. ഇത്തവണ അതുണ്ടാവില്ല. പിന്നെ നമ്മളെ മുന്തിരി മുളക്. ബാക്കി വിശേഷമായിട്ട് വീണ്ടും വരാം കേട്ടോ.